തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു മലയാണ് കുതിരാൻ മല. മലക്കപ്പുറത്ത് പാലക്കാട് ജില്ലയും ഇപ്പുറം തൃശ്ശൂർ ജില്ലയും. ഈ മലയിലൂടെ പണ്ടൊരു ഹൈവേ പോയിരുന്നു, NH47. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ആളുകൾ റോഡ് മാർഗം പോയിരുന്നത് ഈ ഒരു പാതയിലൂടെയായിരുന്നു. അന്ന് യാത്ര ചെയ്ത ആളുകളുടെ ഒരു പേടി സ്വപ്നമായിരുന്നു കുതിരാൻ മല. 10 വളവുകളും മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഒരുപാട് അപകടങ്ങളും നടന്നിട്ടുള്ള NH47 ഏറ്റവും വലിയ ബ്ലാക്ക് സ്പോട്ട് ആയിരുന്നു ഈ ഒരു കുതിരാൻ മലയുടെ ഭാഗം. അങ്ങനെ കാലം മാറി, കഥയും മാറി. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് NH544 എന്ന പേരിൽ പുതിയൊരു ഹൈവേ ഉണ്ടാക്കി. അതിന് തടസ്സമായി നിന്നിരുന്നത് കുതിരാൻ മലയായിരുന്നു. കുതിരാൻ മലക്കുള്ളിലൂടെ വഴിവെട്ടി പുതിയൊരു ടണലും നിർമ്മിച്ചു, കുതിരാൻ ടണൽ. ഇന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാതകളിൽ ഒന്നാണ് NH544. കൊച്ചി പോർട്ടിൽ നിന്ന് കോയമ്പത്തൂർ ഫാക്ടറികളിലേക്ക് വെറും 4.5 മണിക്കൂർ കൊണ്ട് ലോറികൾക്ക് ഓടിയെത്താൻ പറ്റുന്നുണ്ട് ഈ ഒരു NH544. പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകളും കേരളത്തിന്റെ തനത് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാതയാണ് NH544. കേരളത്തിലെ ആദ്യ 6 വരി പാതയും കേരളത്തിലെ ആദ്യ റോഡ് ടണലും വന്നിട്ടുള്ളത് ഈ ഒരു NH544 അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ കാണാം. 2-3 സ്ഥലത്ത് അണ്ടർപാസിന്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിമനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് അടുത്തങ്ങാടിയാണ് പട്ടിക്കാട്. അവിടുന്നാണ് പീച്ചി ഡാമിലേക്ക് പോലിട്ടോ. നമ്മൾ മണ്ണൂത്തിയിൽ നിന്നാണ് ഈ ഒരു ഹൈവേയിലോട്ട് കയറിയത്. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ എക്കണോമിക് കോറിഡോറാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന NH544. കൊച്ചി പോർട്ടിൽ നിന്ന് കോയമ്പത്തൂർ, ബാംഗ്ലൂരു ഭാഗത്തേക്ക് പോകുന്ന ട്രക്കുകളൊക്കെ ഈ ഒരു ഹൈവേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കൊച്ചി സേലം വഴിട്ടോ. 544 ഈ ഒരു പാതയുടെ പണികളൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ട് കുറേ കാലമായി. ടോളൊക്കെ പിരിച്ച് അതിൻ്റെ പൈസൻ്റെ പൈസ അതിൻ്റെ മുതലും ലാഭത്തിൻ്റെ ലാഭവും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും ഈ ഒരു 544 പല സ്ഥലങ്ങളിലായിട്ട് അണ്ടർപാസിന്റെയും അതേപോലെ മേൽപ്പാലങ്ങളുടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2024 നമ്മൾ കുതിരാൻ ടണൽ കവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇപ്പൊ 2026 ഏതായാലും ഈ ഒരു ഹൈവേയിൽ ഇപ്പൊ മണ്ണൂത്തി മുതൽ വടക്കാഞ്ചേരി വരെയുള്ള ഭാഗം 6 വരിയിലാണ് ഈ ഒരു ഹൈവേ 544 കടന്നു പോകണം കേട്ടോ. അതിൽ 2-3 സ്ഥലത്ത് അണ്ടർപാസിന്റെ 2-3 ചെറിയ അങ്ങാടികളിൽ, ചെറുതും വലുതുമായിട്ടുള്ള അങ്ങാടികളിൽ അണ്ടർപാസിന്റെയും ഫ്ലൈ ഓവറിന്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾക്ക് അതിന്റെ പണികൾ എത്രത്തോളം എത്തി എന്നുള്ളത് നോക്കാം. നല്ല മഴ ഉണ്ട് കേട്ടോ ഇന്ന്. നമ്മുടെ നാട്ടിലൊക്കെ, അതായത് കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഭാഗത്തൊക്കെ റെഡ് അലർട്ടാണ്. ഇവിടെ റോഡ് ക്ലീൻ ആക്കുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇതാണ് ഇവിടെ ഈ ഒരു ട്രാക്ക്, 2 ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇപ്പൊ ഇതിന്റെ അടിയിലായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇല്ലാത്തിട്ടോ. ഒട്ടിൽ മുളച്ച പുല്ലുകള്, കെട്ടിക്കിടക്കുന്ന മണ്ണുകള്, വേസ്റ്റ് അതൊക്കെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഈ ഭാഗത്താട്ടോ. എന്താ നമ്മളെ പേടൊക്കെ അവിടെ മഴ പെയ്തു. ഇതിന്റെ മേലെ കുറെ ചെക്കന്മാർ ഇങ്ങനെ ചാടി കുളിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടി. നല്ല സുഖല്ലേ. കേരള ജലസേചന വകുപ്പ് 130 മീറ്റർ, ചൈനേജ് നമ്പർ 9/800 കിലോമീറ്റർ. നമ്മളെ ഏരിയയിൽ നല്ല നിൽക്കാതെ മഴയാണ്. ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് ഒരു അലർച്ച ഉണ്ടാകും. ഓരോ വാർഡ് അടിസ്ഥാനത്തിലാണ് മഴയാണ് തോന്നുന്നത്. ഇവിടെ ഈ ഒരു ഹൈവേയിൽ പിന്നെ എല്ലാ സ്ഥലത്തും ലൈറ്റില്ല കേട്ടോ. പുതുതായി പണി കഴിച്ച അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ലൈറ്റ് വെക്കുന്നുണ്ട്. ഈ സാധനം ഒരുപാട് റീൽസിലും സംഭവത്തിലൊക്കെ വന്നിട്ടുണ്ടാകും. നമ്മുടെ ഈ നാഷണൽ ഹൈവേക്ക് കുറുകെയുള്ള ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു കനാല്, ഒരുപാട് ചെക്കന്മാർ ഇതിൽ ചാടി കുളിക്കുന്ന വീഡിയോ, റീലും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു. ലാസ്റ്റ് പോലീസുകാർ ഒന്ന് ഇടപെട്ടു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്തു. ഇതിന് മേലെ അങ്ങനെ കുളിക്കാനും ഇതിനൊന്നും പാടില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. എന്നാലും നല്ല രസം ഉണ്ടാകും. പക്ഷെ അത് നമുക്കൊന്നും കിട്ടില്ല. ആ ഒരു അനുഭവം എത്രത്തോളം, ആ ഒരു ഇതുണ്ടല്ലോ, ഇതിനടിയിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നു, ഇതിലൂടെ ഇങ്ങനെ ഈ ഒരു കനാലിങ്ങനെ കിടക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഏതായാലും അനുഭവിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, നമ്മളെ കാര്യത്തിലേക്ക് വരിക. ഇവിടെ 2-3 സ്ഥലത്ത് അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് നമ്മൾ വന്നപ്പോൾ. അതിൽ 2 സ്ഥലത്ത് അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മണ്ണൂത്തി മുതൽ കുതിരാൻ ടണൽ എത്തുന്ന ആ ഒരു ഭാഗം വരെയുള്ള സ്ഥലത്ത് 2 സ്ഥലത്ത് അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഏതായാലും
ഒരു വർഷം ഏകദേശം ഒരു 6 മാസത്തോളമായി പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ട് എന്നറിയാൻ സാധിച്ചു. ഇന്ന് സുഖമായിട്ട് വാഹനങ്ങൾ ഇതിനു മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ചെറിയ അങ്ങാടികൾ എന്തെങ്കിലും കണക്ഷനുള്ള റോഡ് ഉണ്ടാകും, അപ്പോൾ അങ്ങോട്ട് തിരിയുന്ന വാഹനങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നെ ക്രോസ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് നല്ല രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങോട്ടുള്ള ചാലക്കുടി അങ്കമാലി ഭാഗത്തേക്കുള്ള അണ്ടർപാസിന്റെ പണികളൊക്കെ മന്ദമായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചു. സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ടോളും കൊടുക്കണം, ബ്ലോക്കിലും പെടണം. പക്ഷെ ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നല്ല ബ്ലോക്ക്. നെടുമ്പാശ്ശേരി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പം ഇതിലൂടെയാണല്ലോ വരല്. ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ള ഒരു അണ്ടർപാസിന്റെ മേലെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കണ്ടങ്ങൾ പണി കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ പുതിയൊരു ഹൈവേ നിർമ്മിക്കുന്ന പോലെ 2 സൈഡിലും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ക്രാഷ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത്. മീഡിയകളും കോൺക്രീറ്റ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത്. മഴക്കാറൊക്കെയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല അതിശക്തമായിട്ടുള്ള മഴ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ബാരിയറാണ് ഈ ഒരു ഹൈവേയിൽ ഇപ്പോൾ ഒരു പുതുതായി പണി കഴിഞ്ഞ സ്ഥലത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള സ്ഥലത്തൊക്കെ സ്റ്റീൽ ബാരിയറാണ് മീഡിയകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു NH66 കാണുന്ന പോലത്തെ മീഡിയകളുള്ള ആ ഒരു കോൺക്രീറ്റ് ബാരിയറാണ് ഈ ഒരു പണി കഴിഞ്ഞ മുടിക്കാട് എന്നുള്ള സ്ഥലം അവിടെ ഈ ഒരു അണ്ടർപാസിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മണ്ണൂത്തി മുതൽ കുതിരാൻ വരെ സഞ്ചരിക്കുമ്പോൾ ഉള്ള 2ാമത്തെ അണ്ടർപാസ്. ഇവിടെ അണ്ടർപാസിന്റെ പണികൾ നമ്മൾ ആ ഒരു ആറി പാനലൊക്കെ വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തീർന്നിട്ടുള്ളത്. 2 അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് മാർക്കിങ്ങിന്റെ പണികളാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. ഇവിടെ PVC വെള്ളം ഈ ഒഴുകി പോകാനുള്ള PVC ചെയ്യുന്ന പണികളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. PVC ചെയ്യല്ല, PVC പൈപ്പിന്റെ അണ്ടർപാസ്, ബോക്സ് ടൈപ്പ് അണ്ടർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 2 സ്ഥലത്ത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ ഈ ഒരു മണ്ണിട്ട് ഉയർത്തിയ ഭാഗം കാണാൻ സാധിച്ചു. ബാക്കിയുള്ള സ്ഥലത്തും ഇതേ സ്പീഡിൽ പണി നടത്തിക്കാന്നുണ്ടെങ്കിൽ ഇനി വേറെ പണി നടത്തുന്ന കമ്പനികൾക്ക് ഭയങ്കര ആവേശമായിരിക്കും പണികൾ പെട്ടെന്ന് തീർക്കാൻ. ഇതാണ് 2ാമത്തെ ആ ഒരു അണ്ടർപാസിന്റെ ഭാഗം കേട്ടോ. അതായത് അണ്ടർപാസ് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞു. വാഹനങ്ങൾ അതിലൂടെ പോകുന്നുണ്ട്. ഇവിടെയും ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പണി തീർക്കാൻ വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാം. പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇപ്പോഴും പണി തീർന്നിട്ടില്ല. ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടാക്കാതെ പണികൾ പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചാൽ സിമ്പിളാണ് പണി തീർക്കുക. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ദേശീയപാത 66. തീർക്കണം എന്ന് വിചാരിക്കുന്ന കമ്പനികൾ പെട്ടെന്ന് പണി തീർത്തു. ഓല് അവിടുന്ന് പോയി നാഷണൽ ഹൈവേ ടോള് വിരിക്കലും തുടങ്ങി. ഒരു അന്തം കുന്തുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ആവേശമില്ലാത്ത കമ്പനികൾ ഇപ്പോഴും ഇങ്ങനെ 2 JCB വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കി കണ്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുതിരാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ പോകുക കേട്ടോ. ആ കാണുന്നതാണ് കുതിരാൻ മല. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ മലക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് പാലക്കാട്, അതായത് പാലക്കാട് പോകുന്ന ആ ഒരു കവി ഉദ്ദേശിച്ചത് അതാണ്. അല്ലെ അപ്പുറത്ത് വടക്കാഞ്ചേരിയൊക്കെ ഉണ്ട് കേട്ടോ. വടക്കാഞ്ചേരിയൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്, അതിർത്തിയാണ്. ഈ വടക്കാഞ്ചേരി പാലക്കാടിനോടൊക്കെ ചേർന്നിട്ടുള്ള ഭാഗമാണ്. കുതിരാൻ മലക്ക് അപ്പുറം എന്നല്ല, ഈ ഒരു ഹൈവേ ഇതിങ്ങോട്ട് തുറന്നുകയെന്നുണ്ടെങ്കിൽ പാലക്കാടേക്കുള്ള യാത്ര എളുപ്പത്തിലാക്കാൻ പറ്റും എന്നാണ് കവി തുടക്കത്തിൽ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ എക്സിറ്റ് മെട്രിക് ഉണ്ടെങ്കിൽ നല്ല ലെങ്ത് ഉള്ള ഗ്യാപ്പ് ആട്ടോ. അതുകൊണ്ട് സുഖമായിട്ട് കയറാനും ഇറങ്ങാനും പറ്റും. കുതിരാൻ ടണലിലേക്കുള്ള നമ്മളിങ്ങനെ ടണലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടില്ല ഞങ്ങൾ മീഡിയകൾ നോക്കിയാണ് സ്റ്റീൽ ബാരിയറാണ്. കുതിരാൻ ടണൽ നമ്മൾ മുമ്പ് ഇത് കവർ ചെയ്തതാണ് 2024. കീപ് ലെഫ്റ്റ്. കാട് മൂടിക്കണല്ലോ, ഇവിടെയൊക്കെ കാട് വെട്ടാനേക്കണം കേട്ടോ. 1950കളിൽ ഉണ്ടായിരുന്ന NH47, അതായത് ഈ ഒരു NH544 ആദ്യത്തെ പേരായിരുന്നു NH47. അന്ന് 2 വരി ഉണ്ടായിരുന്ന റോഡാണ് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ 6 വരിയും സർവീസ് റോഡും. 60 മീറ്ററാണ് ഇവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സുഖമായിട്ട് സർവീസ് റോഡൊക്കെ എന്താ വീതി അറിയാം. എറണാകുളം ടു ബംഗളൂരു റൂട്ടിൽ വാഹനം ഓടിച്ചു പോകുന്ന ആളുകളുടെ ഇഷ്ട റൂട്ടായിരിക്കും ഈ ഒരു ഹൈവേ. NH544 സേലത്ത് നിന്ന് നേരെ ബംഗളൂരു. ഹൈവേയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ, മംഗലാപുരം ഭാഗത്തേക്ക് എത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ NH275. പക്ഷെ അത് ഭയങ്കര ലോങ് ആയിരിക്കും. എറണാകുളം തെക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് ഇതാണ് ഏറ്റവും നല്ല ഹൈവേ. കുതിരാൻ ടണൽ കേരളത്തിലെ ആദ്യ റോഡ് ടണൽ. ഈ ടണൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു ടണൽ പ്രോജക്റ്റ് നിർത്തി വെച്ചിരുന്നു എങ്കിൽ നമുക്ക് ഇത്ര സുഖമായിട്ട് ഈ ഒരു NH544 സഞ്ചരിക്കാൻ പറ്റും. കുതിരാൻ ടണൽ. ഈ ഒരു ടണൽ വരുന്നതിന് മുമ്പ് ഇതിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ പേടി സ്വപ്നമായിരുന്നു ഈ ഒരു ഭാഗട്ടോ കുതിരാൻ. നമ്മളെ വട്ടപ്പാറ വളവ് എന്നൊക്കെ പറഞ്ഞ പോലെ വട്ടപ്പാറ വളവ് ദീർഘദൂര യാത്ര ലോറിക്കാർക്കൊക്കെ ഭയങ്കര പേടിയുള്ള സ്ഥലമായിരുന്നു വട്ടപ്പാറ. അതേപോലെ 10 ബെൻഡുകളുള്ള ഒരു മഴക്കാലത്ത് മണ്ണിടിച്ചിലും അതേപോലെ ഗതാഗത കുരുക്കും ഒരുപാട് ഗതാഗത കുരുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറൊക്കെ കെട്ടിക്കിടക്കലുണ്ടല്ലോ.
അമ്മാരത്തെ കുരുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേടി സ്വപ്നമായിരുന്നു ഈ ഒരു കുതിരാൻ കേട്ടോ. ഇതിലൂടെയായിരുന്നു പഴയ ഹൈവേ അങ്ങനെ ചുറ്റി വളഞ്ഞു പോയിരുന്നത്. ഇപ്പോൾ അത് ബ്ലോക്കാണ്, അതിലൂടെ അങ്ങനെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, പക്ഷെ അപ്പുറത്ത് കൂടെ അങ്ങനെ പോകാം. അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ, നല്ല ഉറപ്പുള്ള പാറ കേട്ടോ, നല്ല സ്ട്രോങ് പാറയാണ്. 1 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു തുരങ്കത്തിൻ്റെ നീളം. 961 മീറ്ററാണ് ഒരു ട്യൂബിൻ്റെ നീളം കേട്ടോ. അതായത് ഒരു ട്യൂബ് ടണലിൻ്റെ നീളം 961 മീറ്ററാണ്. ടണൽ ടു 879 മീറ്റർ കേട്ടോ. ഓരോ ടണലിലും ഞാൻ പറഞ്ഞില്ല 3 വരി വീതമുള്ള റോഡാണ് ഈ ഒരു ടണലിലുള്ളത്. അതായത് 6 വരി ടണൽ. കേരളത്തിലെ ആദ്യ റോഡ് ടണലാണ് ഈ കാണുന്ന കുതിരാൻ ടണൽ. ഇന്ത്യയിൽ ഇപ്പോൾ പല സ്ഥലത്തും ഒരുപാട് ടണലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വയനാട് ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പം 2-3 ദിവസം മുമ്പ് ചെറിയൊരു അപകടം, ചെറുതല്ല വലിയൊരു അപകടം തന്നെ, ചെറിയൊരു അപാകത തന്നെയാണ്. കൂട്ടിയിട്ട മണ്ണ് ഒലിച്ചു പോയി എന്ന് സർക്കാർ പറയുന്നു. അതേപോലെ കമ്പനി പറയുന്നു ഫോറസ്റ്റിന്റെ ആ ഭാഗത്തുള്ള മണ്ണാണ് കൊഴിഞ്ഞു പോയത് എന്ന്. ഇതൊക്കെ ടണലിന്റെ ഉള്ളിൽ കൂടെയുള്ള ഇന്റർചേഞ്ച് ഒക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള. ഏതായാലും വയനാട് ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ദൈവം ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ. നമ്മളെ കോഴിക്കോട് ബൈപ്പാസിന്റെ പണി കഴിച്ച ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള KMC കമ്പനിയാണ് ഇതിന്റെ പണികൾ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് കേട്ടോ. പുലർച്ചെ വന്നുകാന്നുണ്ടെങ്കിൽ നല്ല കോട കേട്ടോ, നല്ല അടിപൊളി റൂട്ടാണ്. 2 സൈഡിലും പച്ചപ്പ്, നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ ഒരു 6 വരി പാത വന്നിരിക്കുന്നത്. മണ്ണൂത്തി മുതൽ വടക്കാഞ്ചേരി വരെ 6 വരിയിലാണ് ഈ ഒരു പാതയുടെ പണികൾ നടന്നിട്ടുള്ളത്. കുതിരാൻ ക്ഷേത്രം, ഇതൊരു പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ കുതിരാൻ ക്ഷേത്രം. ഇപ്പോൾ അങ്ങനെ പഴയ റോഡും കൂടെ പോകണ മാതിരി പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് കോടൊക്കെയാണ് അടുത്തൊരു മഴക്കുള്ള ചാൻസ്. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. ഇതിലൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് കേരളത്തിന്റെ ആ ഒരു തനത് ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കണ്ടിങ്ങനെ വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി, അതായത് ഗതാഗത കുരുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൂപ്പറായിട്ട് വരാൻ പറ്റിയിട്ടുള്ള റൂട്ടാണ് ഈ കാണുന്ന NH 544. ആ കാണുന്ന 2 വരി റോഡൊക്കെയാണ്, അതാണ് പഴയ ഹൈവേട്ടോ. അതാണിതാ ഈ കാണുന്ന കോലത്തിലായി മാറിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം സുഹൃത്തുക്കളെ, അപകടങ്ങൾ നടക്കുമ്പോഴും അതേപോലെ വികസന കാര്യങ്ങളിലും രാഷ്ട്രീയം കലർത്താതെ ഒരുമിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നോ സ്വർഗമാകും. എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാക്കുമ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. അതേപോലെ വികസന കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള സംഭവം എന്നുണ്ടെങ്കിൽ, പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള സംഭവം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തി ആ പോരായ്മകളൊക്കെ തരണം ചെയ്ത് ജനങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് യാത്ര എളുപ്പമാക്കുന്ന പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തണം. ഇപ്പം ഗുജറാത്തിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നു, 350 സ്പീഡിൽ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ വന്നു. എന്താണ് നമുക്ക് വേണ്ട ബുള്ളറ്റ് ട്രെയിനും കാര്യങ്ങളൊക്കെ, എന്താ ഭംഗിയില്ലേ. ഈ ഒരു മലഞ്ചെരുവിലൂടെ ഡ്രോൺ വിഷനിൽ കാണുമ്പോഴാണ് ഭംഗി. ഇതാ താഴത്തു കൂടെ കാണുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളെ കാണുള്ളൂ കേട്ടോ. ഡ്രോൺ വിഷനിലാണ് നമ്മൾ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കൊള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത അണ്ടർപാസിന്റെ പണി. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഇവിടെ RE പാനൽ റോഡിന്റെ നടുഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുവരെ റോഡ് ബ്ലോക്ക് ആകുന്ന പണികളോ വഴി തിരിച്ചുവിടുന്ന പണികളോ നടന്നിട്ടില്ല. വാണിയമ്പാറ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ എപ്പിടി ഇരുന്നതോ അപ്പിടിയേ ഇരിക്ക്. അന്ന് ഇതിനേക്കാൾ ഏറെ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ബസ്സൊക്കെ പോണൊക്കെയാണ്. ബസ്സിലേക്ക് പിന്നെ എങ്ങനെ ആണെങ്കിലും പോകാം. ബിഗ് ബസ് സെറ്റപ്പ് ബസ്. ഈ ഒരു ബസ് വരാനുള്ള കാരണം തന്നെ ഇത്ര നല്ലൊരു റോഡ് ഉണ്ടായിട്ടാണ്. അപ്പൊ ഇതാണ് വാണിയമ്പാറ ഭാഗത്തുള്ള അവസ്ഥ. ഇവിടെ വലത് സൈഡിൽ, ഇപ്പൊ ഈ ഡ്രോൺ പോകുന്ന വലത് സൈഡിൽ റീറ്റെയിനിങ് വാളിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടെ ഇങ്ങനെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നിരുന്നത്. ഇതെന്താ കാടോ അതോ ഫാമോ, എന്തായാലും അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് റീറ്റെയിനിങ് വാളിന്റെ പണികൾ പൂർണ്ണമായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ സൈഡിലും അല്ലാതെ ബ്ലോക്ക് ഇല്ലല്ലോ. ഇതെന്താ ഇവിടെ ഇങ്ങോട്ട് ഈ ചേലക്കര ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇതിലൂടെ എങ്ങനെയാണ് പോലെ നമ്മൾ പോയി പരിചയമുള്ള റൂട്ട് അല്ലാത്തതുകൊണ്ട് നമുക്കിനി സ്ഥലപ്പേരുകളും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഇതാണ് വാണിയമ്പാറ ഫ്ലൈ ഓവറിന്റെ വിശേഷങ്ങൾ. കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല. ടോൾ പ്ലാസയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. ടോളും കൊടുക്കണം, ഇതേപോലെ ബ്ലോക്കിലും പെടണം. ഇതൊക്കെയാണ്. ചാലക്കുടി ഭാഗത്ത് ബ്ലോക്ക് ഉണ്ട്. അവിടെ ഇപ്പോൾ ഇത്ര ബ്ലോക്ക് ഉണ്ടാകുന്ന അറിയില്ല. 2 സൈഡിലേക്കും ഇതേപോലെ ബ്ലോക്ക് ഉണ്ട്. നമ്മളിപ്പോൾ കുറേ കാലം ഇങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോൾ പ്ലാസ അടുത്തു, പന്നിയങ്കര ടോൾ പ്ലാസ അടുത്താണ്. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ വടക്കാഞ്ചേരി ആവും.
തമിഴ്നാട് ബസ്സാ, പൊള്ളാച്ചിക്കുള്ള ബസ്സാട്ടാ പോണേ. ഏതാണ് പറപ്പിച്ചാണ് പാട്ടൊക്കെ ഇട്ട് കണ്ട്. ഈ ഒരു ഹൈവേ നേരെ നമ്മളെ ചേരനല്ലൂർ ആ ഭാഗത്തേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മളെ അണ്ടർപാസ്, അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ടല്ലോ, 966 കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്താൽ കണ്ടെയ്നറിനൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ടോൾ പ്ലാസയിലൊക്കെയാണ് വല്ല തിരക്കൊന്നുമില്ല അല്ലേ. പിന്നെ ഈ ടോള് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കണ ആരാ നിങ്ങൾ? ട്രക്കാണ്. ട്രക്കിന് ഭാരത്തിനനുസരിച്ച് വീലിനനുസരിച്ചിട്ടൊക്കെ നല്ല പൈസ വാങ്ങണം. അപ്പോൾ ടോൾ, ഈ ട്രക്ക് ചരക്ക് നീക്കം, അതായത് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞ് റോഡ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെ. നല്ല പൈസ തിരിച്ചു വാങ്ങാം. പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്, ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ പുതിയ ഹൈവേയിലുണ്ട് ആളുകൾ റോഡ് മുറിച്ചടക്കാൻ ഇങ്ങനെ മുറിച്ചടക്കുന്നുണ്ട്. പിന്നെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഒന്നും കാര്യമായിട്ട് ഈ ഒരു ഹൈവേയിൽ പല സ്ഥലത്തും കണ്ടില്ല. ഇനിയിപ്പോൾ അത് കുറ്റം പറയല്ലോ കേട്ടോ, ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് റോഡ് മുറിച്ചടക്കുന്നത്. ഇവിടെ പിന്നെ വല്ലാതെ കുഴപ്പമില്ല ആളുകൾക്ക്, ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ റോഡ് മുറിച്ച് കടക്കും എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകും. നമ്മളെ ഹൈവേയിൽ NH66 പിന്നെ അതല്ല, ആൾക്കാർ ക്രോസ് ചെയ്യില്ല എന്നുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ അടിച്ച് മിന്നി പോണ്. ഒരു മിനി ആക്സസ് കൺട്രോൾഡ് ഹൈവേ ആണ് നമ്മളത് എന്ന് പറഞ്ഞാൽ ഇൻ്റെതല്ല കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാം നമ്മളെ രാജ്യത്തിൻ്റെ തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് NH544 ഏറ്റവും പുതിയ വിശേഷങ്ങൾ. എന്താ പച്ചപ്പിലെ ഈ ഒരു പച്ചപ്പിൻ്റെ മനോഹരത ഡ്രോൺ വിഷ്വൽ ഉപയോഗിച്ച് മഴയും വെയിലൊക്കെ സഹിച്ച്, വെയിലില്ല മഴ ഇങ്ങനെ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചതിന് നിങ്ങളെ ആ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. തൽക്കാലം നാഷണൽ ഹൈവേ അപ്ഡേറ്റുകൾ, ഇനിയിപ്പോൾ പണികൾ കാര്യമായിട്ട് നടക്കുന്ന സ്ഥലത്തെ അപ്ഡേറ്റുകൾ മാത്രമേ നമ്മൾ ഇനി കവർ ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.